സഞ്ചാർ സാഥി എന്ന് പറയുന്ന ഒരു ആപ്പ് ഇനി ഇൻബിൽട്ടായിട്ട് ഫോണുകളിലെല്ലാം ഉണ്ടാവും. അത് നമ്മുടെ ഫോണിൻ്റെ സുരക്ഷയെല്ലാം വലിയ തോതിൽ സഹായിക്കുന്നു. ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല. അത് മാത്രമല്ല ഇപ്പോൾ ഉള്ള ഫോണുകളില്ലേ, അത് ഇനിയിപ്പം നമ്മൾ ഉള്ള ഫോണിലൊന്നും വരത്തില്ല, അങ്ങനെയല്ല, ഉള്ള ഫോണിലും വരും. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്ഡേറ്റുകൾ കർശനമായും നിർബന്ധമായും സഞ്ചാർ സാഥി വേണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇത് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് വികസിപ്പിച്ച ഒരു ആപ്പാണ്. എന്താണ് ഇപ്പം പ്രിയൻ ഇപ്പോൾ ചോദിക്കാൻ കാര്യം എന്താ? അല്ല, ഇത് വലിയ വിവാദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷവും അതുപോലുള്ള ബുദ്ധിജീവികളും ലെഫ്റ്റും ഒക്കെയാണ് ഇത് പറയുന്നത്. എന്തോ വലിയ പ്രൈവസി അങ്ങ് ബാധിച്ചു കളയും, ഇത് വരുന്നതോടുകൂടി നമ്മുടെ സ്വകാര്യത പോകും, നമ്മളെ നിരന്തരമായി വാച്ച് ചെയ്യും എന്നൊക്കെയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല, എന്ത് പ്രൈവസിയെ ബാധിക്കിയത്? അല്ല, പ്രൈവസി എന്ന് പറയുന്ന സാധനം ഉണ്ടോ? അതാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ഇപ്പം പ്രിയൻ്റെ കയ്യിൽ മൊബൈൽ ഇരിപ്പുണ്ട്, മൊബൈലിൽ ഫേസ്ബുക്ക് ഉണ്ട്. അറിയാമോ, ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്, നമ്മൾ പോകുന്നതെല്ലാം അറിയുന്നുണ്ട്. GPS ഇല്ലേ, GPS അറിയുന്നുണ്ട് നിങ്ങൾ എവിടെല്ലാം പോകുന്നത്. ഒരു സ്വകാര്യതയില്ല, നിങ്ങൾ എവിടെ പോകുന്നു എന്നുള്ളത് GPS വഴി അറിയാം. നമ്മൾ സംസാരിക്കുന്നതെല്ലാം ചിലപ്പോൾ ക്യാമറ പോലും ഓണാണെന്ന് പറയുന്നു. നമ്മൾ ചിലപ്പോൾ ഫേസ്ബുക്കിൽ എടുക്കുമ്പോൾ നമ്മൾ പറയാം വാഷിംഗ് മെഷീൻ ഒരെണ്ണം മേടിക്കണം, ഏതാണ് വേണ്ടത്, അത് LG ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ വെറുതെ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഫേസ്ബുക്ക് തുറക്കുമ്പോഴത്തേക്ക് ഈ LGയുടെയും മറ്റ് വാഷിംഗ് മെഷീനുകളുടെയും പരസ്യം വരുന്നു. എങ്ങനെ നമ്മൾ എന്തൊരു അത്ഭുതം, നമ്മൾ ഇപ്പം സംസാരിച്ചുള്ളത് ഫേസ്ബുക്കിൽ വാഷിംഗ് മെഷീനുകളുടെ വന്നിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണല്ല, അതിനകത്ത് ആപ്പ്. ഇനി നമ്മുടെ ഒരു ഫോൺ വാങ്ങുമ്പോൾ എന്തെല്ലാം ആപ്പുകളുണ്ട്, എത്രയോ ആപ്പുകൾ ഇൻബിൽറ്റ് വരുന്നു അല്ലേ? ഈ ഫോണിലെ എല്ലാ ആപ്പുകളിലും ൻ്റെയും ഒരു 80% ഫോണിൽ ഇൻബിൽറ്റാണ്. ചിലത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, അറിയാനും പറ്റില്ല, എന്തിനുള്ളതെന്ന് പോലെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആപ്പുകൾ എല്ലാ ഫോണുകളിലും ഉണ്ട്. അതൊക്കെ വിദേശ രാജ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളുടെ സർവ്വകാര്യങ്ങൾ, നിങ്ങളുടെ വർത്തമാനം, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ യാത്ര, ഇതെല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. എന്തിന് നിങ്ങൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ പെർമിഷൻ കൊടുക്കും, ഗാലറി പെർമിഷൻ, കോണ്ടാക്ട് പെർമിഷൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സാധനവും പോയിന്നേ. നിങ്ങളുടെ ഗാലറി കിടക്കുന്ന ഫോട്ടോകൾ കാണേണ്ടവർ കണ്ടിട്ടുണ്ട്. സ്വകാര്യത എന്ന് പറയുന്നൊരു സാധനം ഇന്നത്തെ കാലത്ത് ഇല്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇത് പെഗസാസിൻ്റെ കേസ് വന്നപ്പോൾ ഉണ്ടായിരുന്നേ. നമ്മൾ എന്ത് പറയുന്നു, എല്ലാവരുടെയും ഫോണുകളിലേക്ക് ഇതിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി വലിയ ബഹളം ഉണ്ടാക്കിയപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ ഫോണുകൾ കൊണ്ടുവരും, പരിശോധിക്കാൻ തരാമെന്ന് പറഞ്ഞു. രാഹുൽ പറഞ്ഞു ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം പുള്ളിയുടെ ഫോൺ തുറന്നാൽ ജഡ്ജി ഹാർട്ട് അറ്റാക്ക് വന്നു ചെന്നു. അത്തരം കാഴ്ചകളായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ആരോപണങ്ങൾ ഇങ്ങനെ പറയും, അത് പ്രൂവ് ചെയ്യാൻ. ഈ EVM മെഷീൻ്റെ കാര്യത്തിൽ ഇപ്പോൾ EVM മെഷീൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്നാൽ സുപ്രീം കോടതി ഓലക്കം മേടിച്ചടിക്കും, മേലാൽ ഇങ്ങോട്ട് വന്നു പോകുന്നത് പറഞ്ഞു. EVM മെഷീൻ ടാമ്പർ ചെയ്യാം, ശരി. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു വാ EVM മെഷീൻ ഇവിടെ വെച്ചിരിക്കുന്നു, നിങ്ങൾ വന്നിട്ടത് ഹാക്ക് ചെയ്ത് കാണിക്കും. അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹാക്ക് ചെയ്യാം, അത് പള്ളി പറഞ്ഞാൽ മതി. ഇവിടെ ഇരുന്ന് നിങ്ങൾ ഞങ്ങളുടെ മുന്നിലിരുന്ന് ഈ EVM മെഷീൻ ഹാക്ക് ചെയ്ത് കാണിക്കാൻ പറഞ്ഞിട്ട് ഒരൊറ്റ ആളോ ആ ചാലഞ്ച് ഏറ്റെടുത്തില്ല. അത് അവസാനം ഇതെല്ലാം ബോധ്യപ്പെട്ടിട്ട് സുപ്രീം കോടതി പറഞ്ഞു മതി, ഈ അഭ്യാസം മതി, ഇനി EVM എന്ന് പറഞ്ഞ് ഒരൊറ്റ കേസും ഇന്ത്യയിലെ സുപ്രീം കോടതി പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷനെ പിടിച്ചത്. ഇനി കുറച്ച് കഴിയുമ്പോൾ സുപ്രീം കോടതി മിക്കവാറും പറയും ഇലക്ഷൻ കമ്മീഷൻ എന്നും പറഞ്ഞുകൊണ്ട് മേലാൽ ഈ വഴിക്ക് വരരുത്. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ബീഹാറിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞു ഒരൊറ്റ പെറ്റീഷൻ വന്നിട്ടുണ്ട്, EP ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കത്തില്ല. എങ്ങനെയുണ്ട്, ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ തയ്യാറല്ല. അപ്പം എന്നിട്ട് ഈ അന്തരീക്ഷ മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം നടക്കുന്നു, അതിന് മോദി രാജിവെക്കണം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്, ജന്തർ മന്തറിൽ കുറേ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവർ ഇടയ്ക്ക് മറ്റേ ഹിറ്റ്മയുടെ പോസ്റ്ററും പിടിക്കും. മലിനീകരണം എന്ന് പറഞ്ഞിട്ട് 75 പട്ടാളക്കാരെ വെടിവെച്ച് കൊന്നാൻ നക്സലൈറ്റ് മാവോവാദി നേതാവിൻ്റെ പടവും പിടിച്ച പാടാണ്. അത് നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ സഞ്ചാർ സാഥി എന്ന് പറയുന്ന ആപ്പ് ഇപ്പോൾ കമ്പൽസറിയാണ് എല്ലാ ഫോണിലും, അതുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നാട്ടിലുണ്ടത്. അത് ഉപയോഗിക്കുന്ന തരത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ ഫോണിലൂടെയുള്ള നമ്മളെയുള്ള സൈബർ ചീറ്റിംഗ് ഉണ്ടല്ലോ അവസാനിക്കും. ഫ്രോഡ് ആയിട്ടുള്ള കോളുകൾ എല്ലാം അവസാനിക്കും. മാത്രമല്ല ഫോൺ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ എളുപ്പമാണ്. ഇത് 70 ലക്ഷം ഫോണുകൾ ഈ സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 50,000 ഫോണുകൾ കഴിഞ്ഞ ഒക്ടോബറിൽ മാത്രം ഒറ്റ മാസം കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്ക് ഫോണുകൾ നഷ്ടപ്പെട്ടു പോയാൽ അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്, അത് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാം. മാത്രമല്ല ഈ സ്പൂഫിംഗ് ഉണ്ട്. അതായത് നമ്മുടെ പ്രിയൻ്റെ നമ്പർ വെച്ച് ഞാൻ വേറെ സിം എടുക്കും. വേറെ സിം എടുത്തു കഴിഞ്ഞാൽ
പ്രിയൻ അയക്കുന്ന എല്ലാ കോളും എനിക്ക് കാണാം, പ്രിയൻ അയക്കുന്ന എല്ലാ വാട്സാപ്പ് മെസ്സേജും എനിക്ക് കാണാം. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അത് അവസാനിക്കും. പിന്നെ ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്ന് പറഞ്ഞ IMEI നമ്പർ ഉണ്ടല്ലോ, IMEI നമ്പറിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. അത് അവസാനിക്കും. അപ്പം നമ്മുടെ ഫോണിന് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ IMEI നമ്പർ ഉപയോഗിച്ച് വേറെ എവിടെയെങ്കിലും ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയ IMEI നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ ആ ഫോൺ പിന്നെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ബ്ലോക്ക് മാറ്റുകയും ചെയ്യാം. ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈബർ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നതുകൊണ്ട് അൺവാണ്ടഡ് കോൾസ് ഇല്ലാണ്ടാവും. അത്തരം ഫ്രോഡ് പരിപാടികൾ അവസാനിക്കും. അത്തരം നമ്പറുകളൊക്കെ ബ്ലോക്ക് ചെയ്യും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണത്തിലെ ഡാറ്റ പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടി തരുന്ന ഒരു ആപ്പാണ്. അത് ഇതിനകത്ത് വേണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മൊബൈൽ ഫോൺ വേണ്ടെന്ന് നോക്കുക. നമ്മൾ നേരത്തെ ഈ കോവിഡ് കാലത്ത് സർക്കാരിൻ്റെ ഒരു ആപ്പ് ഉപയോഗിച്ചാൽ ആരോഗ്യ സേതു ആപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ? അതെ. എല്ലാവരും അന്ന് സ്വകാര്യത ചോർന്നു പോകുന്ന ആരും പറഞ്ഞില്ലല്ലോ. അതെ, അത് ലൊക്കേഷൻ മാത്രമേ എടുക്കുകയുള്ളൂ എന്നൊക്കെയാണ് അന്ന് ആശ്വാസം പറഞ്ഞിരുന്നത്. ആയിക്കോട്ടെ, അതിന് ബാക്കിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലോ? എന്നിട്ട് നിങ്ങളുടെയൊക്കെ ആധാരം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി അടിച്ചു മാറ്റിയോ? ഇപ്പോൾ നരേന്ദ്രമോദി വന്നാൽ മുസ്ലിങ്ങളെ രാവിലെ ഒരു മുസ്ലിമിനെ ഫ്രൈ ആക്കും, ഉച്ചയ്ക്ക് മുസ്ലിം ബിരിയാണി ഉണ്ടാക്കും, രാത്രി മുസ്ലിം സൂപ്പ് കഴിക്കും, ഗ്രില്ലും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കും. 10 വർഷമായിട്ട് ഒന്നും പറഞ്ഞില്ല. അല്ല, ഭരണഘടനയൊക്കെ എടുത്ത് കളയുമെന്നാണ് പറഞ്ഞത്. ഇവിടെ BJPക്കാരല്ല, ഹിന്ദു വോട്ടർമാർ പറയുന്നത് ഈ മോദി വന്നിട്ടും എല്ലാം കിട്ടുന്ന മുസ്ലിങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ലാണ് ഹിന്ദുക്കളുടെ പരാതി. അപ്പോൾ മുസ്ലിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്? അവർക്ക് അവരുടെ വോട്ടവകാശം പോയില്ല, അവരുടെ സ്വത്തവകാശം പോയില്ല, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോയില്ല, എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ BJPക്കാരാണ് വടക്കേ ഇന്ത്യയിലൊക്കെ മുസ്ലിം ഔട്ട്റീച്ച് സംഘടിപ്പിക്കുക. മുസ്ലിങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്, നിങ്ങൾ വാ എന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഉത്തർപ്രദേശിലെ റാംപൂർ എന്ന് പറയുന്ന സ്ഥലം ഓർക്കണം. റാംപൂരിൽ 272 മുസ്ലിംകൾക്ക് വീട് കൊടുത്തു പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം. ഒരു ബൂത്തിലാണ് വോട്ട് കിട്ടിയപ്പോൾ അവിടെ കേട്ടു BJPക്ക് 0 വോട്ടാണ് കിട്ടിയത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് മോദി പറയും. അവർക്കതൊന്നുമില്ല, അവർ ഞങ്ങളുടെ സ്വന്തം വികാസം മാത്രമേ ഉള്ളൂ. ഇത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണേ. അപ്പോൾ ഏതായാലും ഈ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടിരിക്കുന്ന സഞ്ചാർ സാത്തി എന്നുള്ള ആപ്പ് സ്വകാര്യത ചോർത്തുന്നു എന്ന് പറയുന്നവർ നിങ്ങളുടെ ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണം. ഉറപ്പാണ്. നിങ്ങളുടെ വാട്സാപ്പുകൾ, നിങ്ങളുടെ എല്ലാ സംഭാഷണവും അവർ കേൾക്കുന്നുണ്ട്. ആര്? രാജ്യത്തിന് പുറത്തുള്ളവർ. ഇത് കൂടിപ്പോയി ഇന്ത്യ സർക്കാരല്ലേ കേൾക്കുന്നത്. അതിന് നരേന്ദ്രമോദിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കാനല്ല, രാത്രിയിലെ കൊച്ചു വർത്താനം കേട്ടിരിക്കാനാണോ ഇന്ത്യ സർക്കാരിൻ്റെ ജോലി? അപ്പോൾ വ്യാപകം ഒരു നാട്ടിൽ ഗുണമുള്ള എന്ത് പദ്ധതി വന്നാലും അതിനെ എതിർക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ റോളെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അതുകൊണ്ടാണ് സഞ്ചാർ സാധ്യത ഇവർ എതിർക്കുന്നത്. അപ്പോൾ സഞ്ചാർ സാധ്യത എന്തായാലും നടപ്പായി കഴിഞ്ഞു. 90 ദിവസത്തിനാവും രാജ്യത്തെ മുഴുവൻ ഫോണുകളിലും വന്നിട്ട് 120 ദിവസത്തിനാവും അതിൻ്റെ നടപ്പാക്കിയിട്ട് റിപ്പോർട്ട് തരാൻ രാജ്യത്തെ ടെലികോം കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കും. വിദേശത്ത് ഇറക്കുമതി ചെയ്യുന്ന ഫോണാണെങ്കിലും വേണം. അതെ, എല്ലാ കമ്പനികളും ചെയ്യണം ഇന്ത്യയിലേക്ക് വരുന്ന എല്ലാ ഫോൺ. പക്ഷേ ഇന്ത്യയിൽ വന്നാൽ ഓട്ടോമാറ്റിക്കലായി അപ്ഡേറ്റ്സ് വരും, ഇത് ഇൻസ്റ്റാൾ ആകും. അപ്പോൾ സഞ്ചാർ സാധ്യതയെക്കുറിച്ച് പേടിക്കേണ്ട. അത് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന, നിങ്ങളുടെ ഫോണിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുന്ന, നിങ്ങൾ സൈബർ തട്ടിപ്പിന് ഉറപ്പാവുന്നില്ല, അതിന് നിങ്ങളെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ. അതായത് ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു പാസ്വേഡ് അടിക്കും, ആ പാസ്വേഡ് വെച്ച് നമ്മുടെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും പോകും. ഇത്തരം കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. അതിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക. സഞ്ചാർ സാത്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ്. നിങ്ങളുടെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ മൊബൈൽ, അതിനാണ് സഞ്ചാരം എന്ന് പറഞ്ഞത്. നിങ്ങളുടെ മൊബിലിറ്റിക്ക് അല്ലേ, നിങ്ങളുടെ സഞ്ചാരത്തിന് തുണയാവുന്ന, നിങ്ങളുടെ സംസാരത്തിന് തുണയാവുന്ന, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് തുണയാവുന്ന, നിങ്ങളുടെ സൗഹൃദങ്ങൾക്ക് തുണയാവുന്ന ഒരു ആപ്പാണ് സഞ്ചാർ സാത്തി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 മാസം പൂർത്തിയാവുകയാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത്. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി
ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.